അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സാക്കിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും വിധികളെ സംബന്ധിച്ചാണ്. 5 വിധികളാണ് സാക്കിനായ നൂനിനും അഥവാ സുക്കൂനുള്ള നൂനിനും തെൻവീനിനും ഉള്ളത്. അതിലൊന്ന് ഇൽഹാറാണ്. എന്താണ് ഇൽഹാർ? സുക്കൂനുള്ള നൂനിന് ശേഷമോ അല്ലെങ്കിൽ തെൻവീനുകൾക്ക് ശേഷമോ, അത് ഫത്ഹ് തെൻവീനോ കസ്ർ തെൻവീനോ ലംബ് തെൻവീനോ ആവട്ടെ, സുക്കൂന നൂനിനോ ഈ തെൻവീനുകൾക്ക് ശേഷമോ ഹംസ, ഹാ, ഐന്, ഹാ, ഖൈന്, ഖാ ഈ 6 അക്ഷരങ്ങളിൽ നിന്ന് ഒന്ന് വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെയും തെൻവീനിനെയും വെളിവാക്കി ഉച്ചരിക്കുക. ഓത്ത് കേൾക്കുന്ന ആൾക്ക് അവിടെ സുക്കൂനുള്ള നൂനുണ്ട് അല്ലെങ്കിൽ തെൻവീനുണ്ട് എന്ന് വെളിവാകുന്ന രൂപത്തിൽ ഓതുന്നതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഇൽഹാർ. ഈ അക്ഷരങ്ങൾക്ക് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ അഥവാ ഈ അക്ഷരങ്ങളൊക്കെ മഖ്റജ് ഹൽക്കായതുകൊണ്ട് ഇതിന് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ എന്ന് കൂടി ഈ അക്ഷരങ്ങൾക്ക് പേര് പറയും. ആ പറഞ്ഞു വന്നത് പ്രധാനപ്പെട്ടൊരു നിയമമാണ്. സാക്കിനായ നൂനും അതുപോലെ തെൻവീനുകളും വരുമ്പോൾ ശേഷമുള്ള അക്ഷരം ഇൽഹാറിൻ്റെ അക്ഷരമാണെങ്കിൽ അവകളെ ആ സാക്കിനായ നൂനിനെയും തെൻവീനിനെയും വെളിവാക്കി ഉച്ചരിക്കൽ നിർബന്ധമാണ്. അതിന് കുറച്ച് ഉദാഹരണം കൂടി നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞു. ഇൽഹാർ വന്നതിനെ കുറിച്ച് ഉദാഹരണങ്ങൾ പറയുകയാണ്. ഇവിടെ ഒന്നാമത്തെ ഹർഫ് ഹംസയാണ്. മൻ ആമന എന്നുള്ളിടത്ത് സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ് വന്നു, അഥവാ സാക്കിനായ നൂനിന് ശേഷം ഹംസ് വന്നു. ഇവിടെ മൻ ആമന എന്ന് നൂനിനെ മൻ എന്ന് വ്യക്തമാക്കൽ നിർബന്ധമാണ്. മൻ ആമന. അതുപോലെ തന്നെ കുല്ലുൻ ആമന ബില്ലാഹി. ഇവിടെ കുല്ലുൻ എന്നുള്ള ലാമിന് ലൊമ്മ് തെൻവീനാണ്, ശേഷം ഹംസ വന്നിട്ടുണ്ട്. ഇവിടെ കുല്ലുൻ എന്ന് വ്യക്തമാക്കി ഓതൽ നിർബന്ധമാണ്. കുല്ലുൻ ആമന ബില്ലാഹി. ഇങ്ങനെ ഓതുന്നതിനാണ് ഇൽഹാർ എന്ന് പറയുക. അടുത്ത അക്ഷരം ഹ ആണ്. അൻഹും. അൻ എന്ന സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ വന്നു, അങ്ങനെ ഹ വന്നു. അപ്പോൾ അൻ എന്ന നൂനെ സുക്കൂനുള്ള നൂനിനെ വ്യക്തമാക്കൽ നിർബന്ധമാണ്. അതുപോലെ കുല്ലൻ ഹദൈന. ഇവിടെ ലാമിന് തെൻവീനുണ്ട്, ഫത്ഹ് തെൻവീനുണ്ട്, ശേഷം ഹ വന്നു. കുല്ലൻ എന്ന് വ്യക്തമാക്കിയിട്ട് ഓതൽ നിർബന്ധമാണ്. അടുത്ത അക്ഷരം ഐനാണ്. മിൻ ഇൽമിൻ. മിൻ ഇൽമിൻ. ഇവിടെ മിൻ എന്നതിൽ സുക്കൂണിലെ നൂനിന് ശേഷം ഐന് വന്നു. ഐന് ഇൽഹാറിൻ്റെ അക്ഷരമാണ്. അതുകൊണ്ട് മുമ്പുള്ള നൂനിനെ വ്യക്തമാക്കൽ, അതിൻ്റെ സുക്കൂന് വ്യക്തമാക്കി പറയൽ, മിൻ ഇൽമിൻ എന്ന് പറയൽ നിർബന്ധമാണ്. ഇന്നല്ലാഹ സമീഉൻ അലീം. ഇവിടെ സമീഉൻ എന്നുള്ള ഐനിന് ലൊമ്മ് തെൻവീനുണ്ട്, ശേഷമുള്ള അലീമിൻ്റെ ആദ്യത്തെ അക്ഷരം ഐനാണ്. അങ്ങനെ തെൻവീന് ശേഷം ഐന് വന്നതുകൊണ്ട് ഇവിടെ ഇൽഹാറുണ്ട്. അപ്പോൾ ഓതുമ്പോൾ ആ ലൊമ്പ് തെൻവീനെ വ്യക്തമാക്കണം. ഇന്നല്ലാഹ സമീഉൻ അലീം. അടുത്ത അക്ഷരം ഹ ആണ്. അതഅ്ബുദൂന മാ തൻഹിതൂൻ. തൻഹിതൂൻ എന്നതിൽ സുക്കൂനുള്ള നൂനുണ്ട്, നൂനിന് ശേഷം വന്ന അക്ഷരം ഹ ആണ്. അപ്പോൾ ഹാഇന് ഇൽഹാറിൻ്റെ അക്ഷരമായതുകൊണ്ട് തന്നെ മുമ്പുള്ള നൂനിനെ വ്യക്തമാക്കണം. തൻഹിതൂൻ. തെൻവീനിന് ശേഷം വന്നതിന് ഉദാഹരണം അല്ലാഹു അലീമുൻ ഹക്കീം.
ഇവിടെ മീമിന് ലമ്മ് തൻവീനാണ്, ശേഷമുള്ള അക്ഷരം ഹ ആണ്. അപ്പോൾ വല്ലാഹു അലീമുൻ ഹക്കീം ഇങ്ങനെ തന്നെ ഓതൽ നിർബന്ധമാണ്. അടുത്ത ഇദ്ഹാറിൻ്റെ അക്ഷരമാണ് ഗൈന്. അൻ ഗളീബ, അൻ ഗളീബ. ഇവിടെ അൻ എന്നതിന് നൂൻ സുക്കൂനിന് നൂനിന് ശേഷം ഗൈന് വന്നു, അതുകൊണ്ട് തന്നെ നൂനിനെ വ്യക്തമാക്കണം. അൻ ഗളീബ. അടുത്ത അക്ഷരം തൻവീൻ വന്നതിന് ഉദാഹരണം ഖൗലൻ ഗൈറ. ഫത്ഹ് തൻവീനുണ്ട് ലാമിന്, ശേഷമുള്ള അക്ഷരം ഗൈനാണ്, ഇൽഹാറുണ്ട്, അപ്പോൾ തൻവീനിനെ വ്യക്തമാക്കൽ. ഖൗലൻ ഗൈറ അങ്ങനെ തന്നെ ഓതണം. അടുത്ത അക്ഷരം ഖ ആണ്. മിൻ ഖൈരിൻ, മിൻ ഖൈരിൻ നൂനിനെ വെളിവാക്കണം. മിൻ ഖൈരിൻ. തൻവീൻ എന്നതിന് ഉദാഹരണം ഇന്നല്ലാഹ ലത്തീഫും ഖബീർ, ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. ഇവിടെ ലത്തീഫുൻ ഖബീർ എന്ന് ഓതാൻ പറ്റില്ല, ആ ഫാഇൻ്റെ ലൊമ്മിനെ വ്യക്തമാക്കണം. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. ശേഷം ഫാഇന് ലൊമ്മ് തൻവീനുണ്ട്, ശേഷമുള്ള അക്ഷരം ഖ ആണ്. ഖ ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് തന്നെ ഖാഇന് മുമ്പുള്ള ഫാഇൻ്റെ ലൊമ്മ് തൻവീനെ വെളിവാക്കണം. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. ഇത്തരത്തിൽ സുക്കൂനിലെ നൂനിന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം ഈ പറഞ്ഞ അക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ വെളിവാക്കി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഹാർ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ബാക്കി വരികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.